വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന പ്രക്രിയ അവിടെ നടക്കുകയാണ്. കൂടുതൽ പേരും നോമിനേറ്റ് ചെയ്യുന്നത് അനീഷിനെയാണെന്ന് തോന്നുന്നു. ഒരുപാട് പേര് അനീഷിൻ്റെ പേര് പറയുന്നുണ്ട്. പക്ഷേ അവിടെ സാബുമാൻ പറയുന്ന പേര് ഷാനവാസിൻ്റെ പേരാണ്. ഷാനവാസിനെ പറ്റി സാബുമാൻ പറയുന്നത് ഇവിടെ എന്തെങ്കിലും ഒരു സീക്രട്ട് ടാസ്ക് ഉണ്ടെങ്കിൽ വിശ്വസിച്ച് എങ്ങനെ നിങ്ങളുടെ പറയുമെന്നാണ് ചോദിക്കുന്നത്. ബിഗ് ബോസ് പോലും നിങ്ങളോട് അത് പറയാൻ ധൈര്യപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നോമിനേറ്റ് ലക്ഷ്മിയാണ്. അതായത് ലക്ഷ്മിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ ലക്ഷ്മി കണ്ടില്ലെന്ന് നടിക്കുന്നു. മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റുകളെ ലക്ഷ്മി ഭയങ്കരമായിട്ട് പെരുപ്പിച്ച് കാണിക്കുന്നു എന്നൊക്കെയാണ് നൂറ പറയുന്നത്. അതുപോലെ ഷാനവാസ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അനീഷ് ഒരു മിത്രമാണെന്ന് വിചാരിച്ച് എൻ്റെ വായിൽ സ്റ്റാപ്ലർ തിരികെ അല്ലെങ്കിൽ സ്റ്റാപ്ലർ അടിച്ച് വയ്ക്കാമെന്ന് വിചാരിക്കേണ്ട, എനിക്ക് സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഷാനവാസ് പറയൂ എന്ന് പറഞ്ഞ് ഷാനവാസ് അനീഷിനെ നോമിനേറ്റ് ചെയ്യാൻ പോകുമ്പോൾ അനീഷ് അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ അതിനെ മറ്റുള്ള മത്സരാർത്ഥികൾ എല്ലാവരും കൂടി എതിർക്കുന്നുണ്ട്. എടോ, താൻ പറഞ്ഞപ്പോൾ നമ്മളെല്ലാം കേട്ടിരുന്നില്ലേ? അപ്പോൾ അയാൾ പറയട്ടെ, അയാൾ സ്പേസ് അയാൾ പറയട്ടെ, താൻ അവിടെ മിണ്ടാതിരി, തനിക്ക് പ്രത്യേകിച്ച് അധികാരവും കൊമ്പൊന്നുമില്ലെന്നൊക്കെ ആദില ഭയങ്കരമായിട്ട് അനീഷിനോട് ചൂടാവുന്നുണ്ട്. അപ്പോൾ നെവിനും പറയുന്നുണ്ട്, താൻ മിണ്ടാതിരിടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് നമ്മുടെ അനീഷിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയും നമുക്കത് കാണാം. എനിക്ക് തോന്നുന്നത് ഈ ആഴ്ച ജയിലിലേക്ക് പോകുന്ന ഒരാൾ അനീഷായിരിക്കും. കാര്യം എല്ലാവരും കൂടി അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാത്തിരുന്ന് കാണാം. കാര്യം ഈ വരുന്ന BBയിലെ നമ്മുടെ ഡാൻസ് മാരത്തോൺ ടാസ്കിൽ അത്യാവശ്യം മോശമായിട്ട് പെർഫോം ചെയ്ത ഒരാളാണല്ലോ അനീഷ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അനീഷ് നോമിനേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. എന്തായാലും നോക്കാം എന്താണ് നാളത്തെ അവസ്ഥയെന്ന് അറിയാം. നാളെ രാവിലെ ലൈവ് കാണിക്കും. കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.